കാർഷിക വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി നടത്തിയ അതിജീവന യാത്രയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. അൽമായർ നടത്തുന്ന യാത്രയ്ക്ക് പിന്തുണയുമായി സഭാ നേതൃത്വം ഒന്നാകെ ഉണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് സമരം. വന്യമൃഗശല്യം മുതൽ റബ്ബറിന് 250 രൂപ താങ്ങുവില നടപ്പിലാക്കാത്ത സർക്കാർ നിലപാട് വരെ ചോദ്യം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന ജാഥ. ഞങ്ങൾ ഈ സർക്കാരിനോട് പറയുന്നത്, ഞങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസ് നവകേരള സദസ്സിന്റെ പുറകെയാണ് പോകുന്നത്. ഗ്രാമങ്ങളിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിലേക്ക് വന്നത്, അതുപോലെ വേണം ഭരണത്തിലിരിക്കുമ്പോഴും വരാൻ. കവചങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഞങ്ങളുടെ ഇടയിലേക്ക് വരണമെന്നാണ് ഒന്നാമത് ഈ അവിടെ ശ്രദ്ധ ഞങ്ങൾ കോട്ടയത്ത് ആവശ്യപ്പെടുന്നത്. വിവിധ രൂപതകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര. കോട്ടയം രൂപതയിൽ ക്നാനായ സഭാധ്യക്ഷൻ മാത്യു മൂലക്കാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രശ്നങ്ങൾ അധികാരികൾ തിരിച്ചറിയാത്തത് ആപൽക്കരമാണെന്ന് ബിഷപ്പ് പറഞ്ഞു. കേരളത്തിലെ കർഷകന്റെ ദുഃഖങ്ങളും വേദനകളും ഇവിടെ ഭരിക്കുന്ന ആളുകൾ തിരിച്ചറിയുവാനും അതിന് ന്യായമായിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അനുസ്മരിപ്പിക്കുവാനുമായിട്ടാണ് ഈ യാത്ര നാം നടത്തുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യാത്രയ്ക്ക് ലഭിച്ച വലിയ സ്വീകരണം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. റബ്ബർ വില 250 രൂപ ആക്കണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടിരുന്നു. നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടെയാണ് അതിജീവന യാത്ര സമാപിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം.